ഗൈസ്, അങ്ങനെ ദിലീപേട്ടൻ്റെ ഏറ്റവും പുതിയ പടം പ്രിൻസ് ആൻഡ് ഫാമിലി ഇപ്പൊ കണ്ടുവെച്ചെങ്കിൽ ഇറങ്ങിയതുള്ളൂ. പടം കണ്ട് എന്താ അഭിപ്രായം എന്ന് ചോദിച്ചാൽ ഒരു അടിപൊളി ഫാമിലി പടമാണ്. എല്ലാവരും ഫാമിലീസ് ആയിട്ട് ഈ പടം പോയി കാണുക. നല്ല സിനിമയാണ്, അതിൽ ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു പഴയ ഓറ തിരിച്ചു വരുന്നു എന്നൊരു ഫീൽ എനിക്ക് ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടായി. ഇതുപോലെ ഒരു 3-4 പടം പ്രേക്ഷകനെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഇമോഷണലി കണക്ട് ആക്കുകയൊക്കെ ചെയ്തൊരു 3-4 പടം ചെയ്തു കഴിഞ്ഞാൽ ദിലീപേട്ടൻ ജനപ്രിയ നായകൻ എന്നുള്ള ഓറ തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നെ ഈ പടത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു വെറൈറ്റി കഥയാണ് ഈ പടത്തിന്റെ. എന്താന്ന് ഞാൻ പറയുന്നില്ല, എന്തെങ്കിലും ചെറുതായിട്ട് പറഞ്ഞപ്പോൾ ബ്ലൂപ്പറായി പോകും, സ്പോയിലറായി പോകും. അപ്പോൾ നല്ല ഒരു വെറൈറ്റി കഥയാണ്, നമ്മളെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും. അതുപോലെ അവസാനമൊക്കെ ആകുമ്പോഴത്തേനും തിയേറ്ററിൽ വളരെ സൈലന്റ് ആയിരുന്നു, എല്ലാവരും ഇമോഷണലി കണക്ട് ആയിരുന്നു. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞാൽ നമ്മുടെ മഞ്ജു ചേച്ചി ദിലീപേട്ടൻ അനിയനാണെന്ന് പറഞ്ഞൊരു സീനുണ്ട്, ഒരു ഡയലോഗുണ്ട്. അത് കഴിഞ്ഞ് പുള്ളിക്കാരെയും ആ അനിയനാണ് എന്ന് പറയുമ്പം കണ്ണ് നിറയാത്ത ഒരു പ്രേക്ഷകൻ പോലും ഈ പടം തിയേറ്ററിൽ ബിഗ് സ്ക്രീനിൽ കാണില്ല എന്ന കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടിയാണ്. അങ്ങനെ ആരെങ്കിലും കണ്ടിട്ട് കണ്ണ് നിറഞ്ഞില്ലെങ്കിൽ ഈ വീഡിയോക്ക് കമന്റ് ചെയ്യുക, അവർക്കുള്ള ഞാൻ തരുന്നുണ്ടായിരിക്കും ഗിഫ്റ്റായിട്ട്. അപ്പം അങ്ങനെ മൊത്തത്തിൽ ഒരു പുതുമുഖ നായിക വന്നു, അതുപോലെ നമ്മുടെ ഉർവശി ചേച്ചിയുടെ ഒരു പോർഷൻ ഉണ്ട്. അങ്ങനെ എല്ലാവരും സിദ്ദിഖേട്ടൻ, ബിന്ദു പണിക്കർ ചേച്ചി, അങ്ങനെ നമ്മുടെ മലയാള സിനിമയുടെ ആ ഒരു പഴയ ആ ഒരു ഫാമിലി ഓറിയന്റഡ് കോമഡി വൈബ് തിരിച്ചു വരുന്നു എന്നൊരു ഫീഡ്ബാക്കാണ് ഈ പടത്തെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. മറ്റേ വലിയ വലിയ സംഭവങ്ങളും കാശും മറ്റതും മറിച്ചോ ഒന്നും വേണ്ടതേ, സിമ്പിൾ സംഭവം മതി, ഞങ്ങൾ പ്രേക്ഷകർക്ക് അത് മതി. അപ്പോൾ ഇതുകൂട്ട് സിനിമകൾ ഒരുപാട് ഇനിയും ഉണ്ടാകട്ടെ. ദിലീപേട്ടൻ ഇതേ വൈബിലുള്ള പടങ്ങൾ ചെയ്യുക. പവി കെയർടേക്കറൊക്കെ ഒട്ടും കൊള്ളില്ലായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം അതുപോലെ തന്നെ ഇതുപോലെ നല്ല സിനിമകളൊക്കെ ചെയ്തു വന്നാൽ അദ്ദേഹം വീണ്ടും പഴയ ഫോമിലേക്ക് തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ ഞാൻ 100% ഗ്യാരണ്ടി. ഈ പടം നിങ്ങൾക്ക് എൻ്റെ ഈ ഷോർട്സ് റിവ്യൂ കണ്ടുകൊണ്ട് പോയി കാണാം, ആരും നിരാശരായി ഇറങ്ങില്ല എന്ന കാര്യം ഞാൻ ഗ്യാരണ്ടി പറയുന്നു. അങ്ങനെ ആരെങ്കിലും ഇറങ്ങിയാൽ താഴെ കമൻറ്റ് ചെയ്യുക, പരിഹാരം നമുക്ക് ഉണ്ടാകാം. അപ്പം ഞാൻ നിങ്ങളെ സ്വന്തം SB സൈനിങ് ഓഫ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, എല്ലാം ചെയ്യുക. പിന്നെ ഡീറ്റെയിൽ റിവ്യൂ വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ എൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തായിരിക്കും. ബൈ.